കാർ വേൾഡ് അല്ലപ്ര പെരുമ്പാവൂർ. നമ്മുടെ റെനീഷ് ആശാൻ്റെ ഗറാഷാണിത്. ഇവിടെ ടൂൾ വണ്ടി എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ടൂൾസ് പർച്ചേസ് ചെയ്തിരുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ പെരുമ്പാവൂർ ടൂൾ വണ്ടി സമയത്തോടത്തോളം ഒരു ഡ്രൈ മാർക്കറ്റാണ്. കാരണം അവിടെ എനിക്ക് തോന്നുന്നത് 4-5 ഓട്ടോമോട്ടീവ്സിന് വേണ്ടി ടൂൾസ് സപ്ലൈ ചെയ്യുന്ന ഷോപ്പുകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നല്ല മാർക്കറ്റല്ല. എങ്കിലും നമ്മളുടെ അവിടെ മില്ലിനിയം മോട്ടോഴ്സ് ഉണ്ട്, അതുപോലെ ടോപ്പ് ലൈൻ ഉണ്ട്, ഇതേപോലെ കാർ വേൾഡ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ റൂട്ടീൻ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനിവിടെ കുറച്ച് നാൾ കൂടിയാണ് വരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അത് ബന്ധപ്പെട്ടത് എങ്ങനെ യൂട്ടിലൈസേഷൻ ഓഫ് ദി സ്പേസ് ഓഫ് ദി ഗറാഷാണ്. മാക്സിമം ഹൈറ്റുള്ള ഗറാഷുകൾക്ക് തട്ടടിച്ചിട്ട് ബെർത്ത് പോലെ ഉണ്ടാക്കിയിട്ട് സിസർ ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തിരുന്നൊരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ആശാൻ അടിപൊളിയായിട്ട് ഈ ഗറാഷ് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്പേസ് കിട്ടുന്ന രീതിയിൽ എക്സ്പാൻഷൻ നടത്തിയിട്ടുണ്ട്. വർക്ക് പൂർത്തിയായിട്ടില്ല എങ്കിലും നല്ല രീതിയിലൊരു എക്സ്പാൻഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ റെനീഷ് ആശാനൊക്കെ നമ്മൾ ഒരു ഗറാഷ് നടത്തിപ്പുകാരനല്ല, അദ്ദേഹം ഒരു GBO ആണ്, അതായത് ഗറാഷിയൻ ബിസിനസ് ഓണർ. അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിന്. കാരണം ഇത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി നല്ല രീതിയിൽ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും തൊഴിലാളികൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിനും കസ്റ്റമേഴ്സിന് വരുന്നതിനും അവരുടെ വാഹനങ്ങൾ സുരക്ഷിതമായിട്ടും നല്ല രീതിയിലും സൂക്ഷിച്ച് പണിത് കൊടുക്കുന്നതിനൊക്കെ സാധിക്കുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സാധാരണ ഒരു ഗറാഷ് പോലെ ഇതിനേക്കാളും ചിലവ് ഇതിന് കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഗറാഷുകൾ പണിയുമ്പോൾ ആശാനൊരു പക്ഷെ നല്ല മനസ്സുകൊണ്ട് സാധാരണ ഇത് ചെയ്യുന്നുണ്ടാക്കാം. പക്ഷേ അത് നമ്മുടെ ഒരു ബിസിനസ്സിന് ഒരു ഉണർവേകും എന്ന് തോന്നുന്നില്ല. അപ്പം നല്ല രീതിയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നല്ല സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് നല്ല ഒരു പേയ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വളരുമ്പോഴാണ് ഇതൊരു ബിസിനസ് സെഗ്മെൻറ്റിലേക്ക് കൂടി വളർന്നു വരിക. ഞാനിത് എടുത്തു പറയാനുള്ള കാരണം നമ്മുടെ 80% ഗറാഷുകളും ഇതേപോലൊരു എക്സ്പാൻഷൻ ഒന്നും തന്നെ കാണാറില്ല. അങ്ങനെ ചെയ്യാനുള്ള ഒരു സൗകര്യം അവർക്ക് ലഭിക്കുന്നില്ല. ഉള്ള സൗകര്യത്തിലും അസൗകര്യത്തിലും അവർ ജീവിച്ചു പോകുന്നു. ഇതിനൊരു മാറ്റം വരുത്തണം. അതിനൊരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. മാറി ചിന്തിച്ച് തുടങ്ങിക്കോ, അല്ലെങ്കിൽ നാളെ നിങ്ങളില്ല.